മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യനാഥനെ ലോകം മുഴുവനോടും ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്ന ഇന്നത്തെ അനുഗ്രഹീത നഴ്സസ് ടൈമിലേക്ക് ഏവരെയും പ്രാർത്ഥനകളോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നിന്നകലാതെ എപ്പോഴും അവിടുത്തെ സ്വരം ശ്രവിച്ചുകൊണ്ടിരുന്ന മോശയെ പോലെയും ആനന്ദ നൃത്തമാടി ദൈവത്തെ ആരാധിച്ച ദാവീദിനെ പോലെയും പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നൽകുവാൻ ഒമാൻ നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് നമുക്കൊരുങ്ങാം. സ്വർഗീയരോടൊപ്പം ചേർന്ന് നമുക്കും അവിടുത്തെ ആരാധിക്കാം. ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. വെളിപാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം, സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും. സിംഹാസനത്തിന് ചുറ്റും സ്വർഗീയ വ്യൂഹം ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ സ്വർഗീയ വ്യൂഹത്തോട് ചേർന്ന് നമുക്കും നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ആ ദിവ്യ കാരുണ്യ ഈശോയെ നമുക്കും ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശൂന്യതയിൽ നിന്ന് ഒറ്റ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർവസൃഷ്ട പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം, ആദിയും അന്തവുമായവൻ, എൻ്റെ ഉടയവനും കർത്താവും ഏകരക്ഷകനുമായ അതേ ഈശോ മിശിഹ ഇന്ന് ഈ അൾത്താരയിൽ നമ്മോടുകൂടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനായി ഈ ദിവ്യകാരുണ്യമായി അൾത്താരയിലായിരിക്കുന്നു. നമുക്ക് ആ ഈശോയെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ സർവ മഹത്വവും വെടിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചവൻ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് എന്നെ രക്ഷിക്കുവാനായി കുരിശിൽ ജീവൻ വെടിഞ്ഞവൻ, ലോകാവസാനം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യമായി ഓരോ ദിവസവും എന്നിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ ദൈവസ്നേഹം, ആ ദിവ്യസ്നേഹം ഇതാ ഈ അൾത്താരയിൽ ഇപ്പോൾ നമ്മോടുകൂടെ. ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവായ സഹായകനെ നമ്മളിലേക്ക് അയച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും വഴി നടത്തുന്ന ആ ദൈവസ്നേഹം, ആ കരുതുന്ന സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും വഴി നടത്തുന്നു. ഇന്ന് ഈ ശാലോൺ TV-യിലൂടെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മനുഷ്യരെയും ഈ സമയം ആ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന ആരാധന ആരാധന. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി എല്ലാം സഹിച്ചവൻ, അവസാന തുള്ളി രക്തം വരെ നമുക്കായി ചിന്തിയവൻ,
ആ സാന്നിധ്യത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. അവിടുന്ന് നമ്മോട് പറയുന്നു, മകനെ, മകളെ, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഈശോയുടെ ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാം. നമ്മെ തേടി ഇറങ്ങിയ സ്നേഹം, നമ്മുടെ കാൽ വഴുതുമെന്ന് കരുതിയപ്പോഴേ നമ്മെ താങ്ങി നിർത്തിയ സ്നേഹം, നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച സ്നേഹം, വേദനയിലും ദുഃഖത്തിലൂടെയും കടന്നു പോകുമ്പോൾ സമുദ്രം നമ്മുടെ ഇടയിലേക്ക് ആഞ്ഞടിച്ച് കയറുമ്പോൾ, ഏതെല്ലാം പ്രലോഭനങ്ങളിൽ കടന്നു വന്നപ്പോഴും കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജോലി ഭാരത്താൽ തളർന്നെത്തുമ്പോഴും ഒറ്റപ്പെട്ട മേഖലയിലും ഒക്കെ കർത്താവ് കണ്ണീരൊപ്പാനായിട്ട് നമ്മുടെ അരികിലേക്ക് ഓടിയെത്തി. അവിടുന്ന് നമ്മെ നോക്കി പറയുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം പച്ചവെള്ളമായിരുന്ന നമ്മെ ഓരോരുത്തരെയും പുതുവീഞ്ഞാക്കി മാറ്റുന്ന തമ്പുരാൻ ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജോലി മേഖലകളിലേക്കും കൂട്ടായ്മയിലേക്കും ലോകം മുഴുവനും കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്ത നന്മകളെ ഓർത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് അതിശക്തമായിട്ട് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ലോർഡ്. ദൈവമേ നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന കർത്താവേ, മനസ്സോടെ ഞാൻ സ്തുതിക്കും, പൂർണ്ണ ഹൃദയമോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 139:15. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. നല്ല കർത്താവേ, അങ്ങ് എത്ര വിസ്മയനീയനായാണ് ഞങ്ങളെ സൃഷ്ടിക്കുകയും നഴ്സിംഗ് പ്രൊഫഷൻ എന്ന ഈ മഹനീയ വിളിയിലൂടെ അങ്ങയുടെ ശുശ്രൂഷയുടെ പങ്കാളികളാക്കിയതും. ഈ സമയം ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. പൊന്നുകർത്താവേ, ഈ വിളിയിലൂടെ അങ്ങയുടെ പദവും പാദവും അങ്ങയുടെ കരങ്ങളുമാകുവാനും അങ്ങയുടെ സ്നേഹവും സമാധാനവും അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ നീ തിരഞ്ഞെടുത്തുവല്ലോ. ഈ ഒരു പ്രൊഫഷനിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ തലമുറകൾക്കും അങ്ങ് ചൊരിഞ്ഞ അനേക കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് ഒന്നു ചേർന്ന് നന്ദി പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. കർത്താവേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നടന്നപ്പോഴും അലയടിക്കുന്ന തിരമാലകൾ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലേക്ക് ഇരമ്പിക്കയറിയപ്പോഴും അവിടുത്തെ കരുത്തുള്ള കരം ഞങ്ങളെ താങ്ങിപ്പിടിച്ചു. പൊള്ളുന്ന അഗ്നിയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അവിടുത്തെ ദൂതർ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചു. സഞ്ചരിക്കുന്ന വഴികൾ കെരൂബുകളെ കാവൽ നിർത്തി. ഞങ്ങൾ തെറ്റായ വഴി തിരഞ്ഞെടുക്കാതിരിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
ഈ ആയുഷ്കാലമൊക്കെ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെയും ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വഴി നടത്തുന്ന ദൈവം, നമ്മെ അറിയുന്ന, നമ്മെ മറ്റാരെക്കാളധികം സ്നേഹിക്കുന്ന, നമ്മെ തന്നോട് ചേർത്ത് നിൽക്കുന്ന ആ ദിവ്യ സ്നേഹത്തെ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നഴ്സിംഗ് പ്രൊഫഷനിലായിരിക്കുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും ഞങ്ങൾക്കിടയിലുണ്ട് നാഥ. ജീവിതത്തിലേറിയ ഭാഗവും തൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാറ്റിവെച്ച മക്കൾ, എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായ ഉയർച്ചയില്ലാതെ സങ്കടത്തോടെ ആയിരിക്കുന്ന നഴ്സസ്, ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും അകന്ന് തൻ്റെ കുടുംബത്തിനു വേണ്ടിയും പ്രവാസത്തിൻ്റെ ഒറ്റപ്പെടലിലും നിരാശയിലും ആയിരിക്കുന്നവര്, തൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോഴും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റി ജോലി ചെയ്യുന്നവര്, പങ്കാളിയുടെയും മക്കളുടെയും പലവിധ അഡിക്ഷൻസ് മൂലം കുടുംബസമാധാനം നഷ്ടപ്പെട്ടവര്. തമ്പുരാനെ, അങ്ങ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ ജീവന്റെ കിരീടം അവന് ലഭിക്കുമെന്നുള്ള അവിടുത്തെ വാഗ്ദാനത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നിത്യം സഹായമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം. നാം ചോദിക്കുന്നതിലും അർഹിക്കുന്നതിലും അധികമായി നമുക്ക് ചെയ്തു തരുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് ഏവരുടെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറി ശാന്തിയും സമാധാനവും നൽകുന്നവൻ, പവിത്രമായ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ അടയ്ക്കുന്ന അതിശക്തൻ, ഭീരുക്കളായ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയവൻ, ശൂന്യതയിൽ നിന്ന് സർവവും സൃഷ്ടിച്ചവൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ശക്തിയും കൃപയും നൽകുന്നവൻ. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ നിമിഷം ആരാധിക്കാം. അസ്ഥികളുടെ താഴ്വരയിൽ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ജീവൻ പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, ജോയൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ, അവസാന നാളുകളിൽ സകലരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. പുതിയ സ്വപ്നങ്ങൾ കാണുവാൻ പെന്തക്കുസ്ത നാളിൽ അപ്പസ്തോലന്മാരുടെ മേൽ തീനാളത്തിലിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ, കർത്താവേ, ഒരു നദി പോലെ ഈ നിമിഷം ഞങ്ങളിലേക്കും ലോകമെമ്പാടുമുള്ള സകല നഴ്സുമാരിലേക്കും ഒഴുകിയിറങ്ങട്ടെ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. മുട്ടോളമല്ല, അരയോളവും പോരാ, നീന്തിയിട്ട് കടക്കാനാകാത്ത വിധം ആത്മാവിന്റെ ചലനം നമ്മിലൂടെ ലോകമെമ്പാടും ഈ നിമിഷം വ്യാപരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ജോലി മേഖലകളിൽ,
ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഈശോയുടെ സാക്ഷികളായി തീരുവാനുള്ള അഭിഷേകം ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഈ നിമിഷം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മശക്തിയാൽ നമ്മുടെ സാമീപ്യം അനേകർക്ക് ശക്തിയും ആശ്വാസവും സമാധാനവുമായി തീരട്ടെ. കരങ്ങൾ ഉയർത്തി ഒരു കൊടുങ്കാറ്റായി നമ്മളിലേക്ക് ആഞ്ഞടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഈശോയെ നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. ഈശോയെ മഹത്വം. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 28-ാം വചനം. നിന്നെയും നിന്റെ അജഗണത്തെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ. കരുണാമയനായ തമ്പുരാനെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കത്തോലിക്ക സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായെ സമർപ്പിക്കുന്നു. ദൈവഹിതം അനുസരിച്ച് തിരുസഭയെ നയിക്കുന്നതിന് വേണ്ട ജ്ഞാനത്താലും കൃപകളാലും പാപ്പായെ നിറയ്ക്കണമേ. എല്ലാ വൈദികരെയും മെത്രാന്മാരെയും സന്യാസിനി സന്യസ്തരെയും എല്ലാ ആത്മായ പ്രേക്ഷിതരെയും വൈദിക വിദ്യാർത്ഥികളെയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ധാരാളം ദൈവവിളികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സംഭവിക്കുവാനായി ഇടവരുത്തണമേ. തിരുസഭയെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നവരെ കാൽവരി കുരിശിൽ അങ്ങൊഴുക്കിയ തിരുരക്തത്താൽ നിർവീര്യമാക്കി പൊതിഞ്ഞു പിടിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. വിവിധ ദേശങ്ങളിലുള്ള എല്ലാ നഴ്സസ് മിനിസ്ട്രിയെയും അതിനെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാനും അതുവഴി അനേകം നഴ്സുമാരുടെ കുടുംബങ്ങൾ ഈശോയിലേക്ക് അടുക്കുവാനും അവരുടെ ശുശ്രൂഷകളിലൂടെ ഈശോയുടെ സൗഖ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്പർശമായി മാറുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നഴ്സും കുടുംബവും അനുദിനം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തരണം ചെയ്യുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കും ലോകം മുഴുവനും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും എന്നരുളി ചെയ്ത ഈശോയെ, രോഗികളായി ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും കഴിയുന്ന മക്കളെ, ക്യാൻസർ പോലുള്ള മാറാ രോഗത്താൽ വലയുന്നവരെ, മാനസിക രോഗികളെ, പലവിധ രോഗത്താൽ സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയവരെ,
ഈശോയെ, ഒരു കുഞ്ഞിനു വേണ്ടി ദാഹത്തോടെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ദമ്പതികളെ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാതാപിതാക്കളെ, രോഗനിർണയ ടെസ്റ്റുകൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഭയത്തോടെ കാത്തിരിക്കുന്ന മക്കളെ, ഈശോയെ, ഓട്ടിസം പോലെ ഉള്ള ഓരോ രോഗത്താൽ വലയുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം നമുക്ക് ദിവ്യനാഥനിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ കരുണയുള്ള സൗഖ്യം നൽകുന്ന കരം ഈ മക്കളുടെ മേലെ നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെയും സഭയിൽ നിന്നും ദൈവിക സംവിധാനത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹം നേരിടുന്ന എല്ലാവിധ അഡിക്ഷൻസും, മദ്യപാനം, മയക്കുമരുന്ന്, പ്രത്യേകിച്ച് മീഡിയ അഡിക്ഷൻ, ജീവിതത്തിൻ്റെ ഏറിയ സമയവും മീഡിയയ്ക്കായി ചെലവഴിക്കുകയും അതുവഴി അശുദ്ധിയിലേക്കും തിന്മയിലേക്കും വഴുതി വീഴുന്ന മനുഷ്യമക്കളെ ദൈവിക ജ്ഞാനത്താൽ നിറച്ച് തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാനും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള ജ്ഞാനം നൽകണമേ. കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ കൂടെയായിരിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ കണ്ണീരിനൊപ്പം സ്വാന്തനം ചേർത്ത് വയ്ക്കുന്ന എൻ്റെ ദൈവം, ഞാനൊന്ന് തളരുമ്പോൾ എൻ്റെ കരം പിടിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ മിഴികൾ നിറയുമ്പോൾ എന്നെ സ്വാന്തനിപ്പിക്കുന്ന എൻ്റെ കണ്ണീരൊപ്പം എൻ്റെ ദൈവം, എൻ്റെ പാദമിടറുമ്പോൾ എന്നെ താങ്ങിപ്പിടിക്കുന്ന എൻ്റെ ദൈവം. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എൻ്റെ ഒപ്പം നടക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ടോ? ദൈവമേ, നിന്റെ കൂടെ നടക്കുവാൻ നിന്റെ കരം എൻ്റെ കരത്തോട് ചേർത്ത് വയ്ക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. ദൈവമേ, അങ്ങയുടെ കരം പിടിക്കാതെ അങ്ങൻ്റെ കരം പിടിക്കണമേ. നീ എൻ്റെ കരം പിടിച്ചാൽ ഒരിക്കലും ഞാൻ തളർന്നു വീഴില്ല. ഒരിക്കലും നീ എൻ്റെ കരം തിന്മയ്ക്ക് വിട്ടുകൊടുക്കില്ല. ഈശോയെ, ഞങ്ങളുടെ കരങ്ങളിലൂടെ അനേക മക്കൾ സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണേ. പ്രിയമുള്ളവരെ, കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ഒപ്പം നമുക്ക് നടക്കാം. അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ
നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യെശയ്യാ പ്രവചനം 49 അധ്യായം 6 തിരുവചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും അനേകരുടെ രക്ഷയ്ക്കായി അവിടുന്ന് ഏറ്റെടുത്ത് ഉപയോഗിക്കും. അതിനായി നമ്മിൽ നിന്ന് ദൈവസ്തുതികൾ ഉയരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം